നമ്മൾ ചിലരെ കേട്ടിട്ടില്ലേ, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇനി ആത്മഹത്യയേ ഉള്ളൂ ഇതിനൊരു പരിഹാരം എന്നും പറഞ്ഞു നടക്കുന്നവര്. നമ്മൾ ചില വീഡിയോയുടെ അടിയിൽ കമന്റുകൾ വായിച്ചിട്ടില്ലേ, ജീവിതം തന്നെ മടുത്തു എന്നും പറയും. ചിലര് വീഡിയോ എടുത്തിട്ട് ആത്മഹത്യ ചെയ്യണവരുമുണ്ട്, വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട്. ഇതിന് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്സ് അങ്ങനെയല്ലേ, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷനും ഉണ്ട്. അപ്പം നമ്മുടെ ഏത് പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിന് ചിന്തിക്കാനുള്ള സമയം പോലും കൊടുക്കാതെയാണ് നമ്മൾ പല പ്രശ്നത്തിലേക്കും ചെന്ന് ചാടുന്നത്. നമ്മൾ ഒരു നിമിഷം പോലും ചിന്തിക്കില്ല നമുക്കിതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ കരകയറാം എന്ന് നമ്മൾ ചിന്തിക്കാതെയാണ് നമ്മൾ ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നത്. അത് മൂന്നായിട്ട് നമുക്ക് ചിന്തിക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയോ അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ അത് അങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം. പിന്നെ നമുക്ക് ഹാപ്പി ഉള്ള മൂഡ് ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആരോടെങ്കിലും സംസാരിച്ചാൽ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതേ, നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ പറഞ്ഞു തരുന്ന, അതിൽ നിന്ന് നമ്മളെ പെട്ടെന്ന് പിന്തിരിപ്പിക്കുന്ന ആരുടെയെങ്കിലും ഒരു മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണല്ല, മൊബൈൽ നമ്പർ നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കി അതിനകത്ത് സൂക്ഷിക്കുക. നമുക്ക് ഇഷ്ടമുള്ള, പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും, നമ്മുടെ പ്രോബ്ലങ്ങൾക്കെല്ലാം സൊല്യൂഷൻ തരാൻ പറ്റുന്ന ഒരു ഇന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ നമ്മൾ ആദ്യമേ സൂക്ഷിച്ചു വയ്ക്കുക. പിന്നെ രണ്ടാമതൊരു കാര്യം ചെയ്യാം നമുക്ക്. അങ്ങനെ എന്തിനും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതുകൊണ്ട് നമ്മൾ നല്ല മൊമെന്റുകൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സന്തോഷകരമായ അവസ്ഥകളുടെ ഫോട്ടോകൾ, വീഡിയോകൾ ഒക്കെ എടുത്ത് നമ്മൾ ആ ഫോൾഡറിൽ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അത് വെച്ച് കാണുക, കേൾക്കുക. അങ്ങനെ നമ്മുടെ പഴയ കാലത്തെ ഫോട്ടോകളോ ഒക്കെ വെച്ച് കാണുമ്പോൾ ഒക്കെ ചിലപ്പോൾ നമുക്ക് ഒത്തിരി ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. പിന്നെ എന്ത് പ്രശ്നമാണെങ്കിലും, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയതായിരിക്കുമല്ലോ മിക്കവാറും. അപ്പോൾ നമ്മൾ അന്നൊരു ഇത് ഇന്ന രീതിയിൽ ചെയ്താൽ നമ്മൾ വിജയിക്കും എന്നൊരു നമ്മൾ ചിന്ത ഉണ്ടായിരുന്നല്ലോ. ആ ചിന്ത ഒന്നോടെ പൊടിതട്ടിയെടുക്കുക. എന്നിട്ട് ആ രീതിയിൽ തന്നെ അന്ന് നമ്മൾ ഏത് തീരുമാനത്തിലാണോ ഈ ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടിയത്, ഈ രീതിയിൽ പോയാൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. അത് നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മൾ എപ്പോഴും സൊല്യൂഷനില്ല, നമുക്ക് പ്രോബ്ലം മാത്രമേ ഉള്ളൂ, എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നല്ലൊരു ലൈഫ് നമ്മൾ കളയാതിരിക്കുക. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയും അതിൻ്റെ അടുത്ത് തന്നെയുണ്ട്, രാത്രിയുണ്ടെങ്കിൽ പകലുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. എപ്പോഴും നമുക്ക് നിരാശയല്ലെന്നേ ജീവിതത്തിലുള്ളത്. ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെട്ട ഒരു പ്രശ്നത്തിനും പരിഹാരം ആവുകയില്ല. നമ്മളപ്പോൾ അതിന് ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേനും അതിന് പരിഹാരം കാണാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. നമ്മുടെ ഉപബോധ മനസ്സിനോട് പറയുക, എന്നെ ഇത് ബാധിക്കുന്നതല്ല, ഞാനിതിന് പരിഹാരം കണ്ടെത്തും എന്ന്. അത് ഒരു പ്രാവശ്യം ചെയ്താൽ പോലെ എനിക്കെങ്ങും സാധിച്ചില്ല, ഞാൻ ചുമ്മാ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയരുത്. പല പ്രാവശ്യങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് വരുമ്പോൾ നമ്മളതിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക. ഒത്തിരി പ്രാവശ്യം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ, അതായത് ഒരു 10 പ്രാവശ്യമൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. അപ്പോൾ നമുക്കിതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അതേപോലെ നെഗറ്റീവ് അടിക്കുന്നവരുടെ അടുത്ത് പോയി കൂട്ടുകൂടി നമ്മൾ സമയം കളയാതിരിക്കുക. അത് നിന്നെക്കൊണ്ട് സാധിക്കില്ല, നീ ആ വഴി പോയിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ടു പോവുള്ളൂ, നിനക്കൊന്നും പറഞ്ഞേക്കണ പണിയല്ല ഇത്, അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയിരിക്കുക. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയിരുന്ന് നമ്മുടെ സമയം വേസ്റ്റാക്കി കളയാതിരിക്കുക. നമ്മൾ ക്രിയാത്മകമായിട്ട് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ വിജയത്തിലേക്ക് നടന്നെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് സാധിക്കാത്ത ഒന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ വിജയം സുനിശ്ചിതമായിരിക്കും. അപ്പോൾ പിന്നെ ആത്മഹത്യ എന്ന് പറയണേ ആ ദുഷിച്ച ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പോയില്ലേ. ആത്മഹത്യ ചെയ്തിട്ട് ആർക്കെന്ത് കിട്ടും? നമ്മുടെ ഒരു നല്ല ജീവിതം നമ്മൾ കളഞ്ഞു കുളിക്കുന്നു മാത്രമേ ഉള്ളൂ. പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടാന്ന് പോലും അവർക്കറിയത്തില്ല, എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് പോലും അവർക്കറിയത്തില്ല. പലരുടെയും പ്രശ്നങ്ങൾ കേട്ടാലും നമ്മൾ അന്തം വിട്ടുപോകും. ഇതെന്താ പ്രശ്നം എന്ന് നമുക്കൊരു നമ്മൾ പസില് വെക്കും പോലെ ഒരു പിടിയും കിട്ടില്ല. ഇത് എവിടെ കൊണ്ട് വെക്കുമെന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ചിലർ പറയണത്. ചിലരുടെ പ്രശ്നം നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും അവർ വലിയ പ്രശ്നമായിട്ട് വന്ന് പറയണത്. ഒന്ന് ചിന്തിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളായിരിക്കും ചിലരുടെ ജീവിതത്തിൽ.
അതല്ലാതെ വലിയ വലിയ പ്രശ്നത്തിൽ കിടന്ന എത്രയോ പേരുണ്ട്, നല്ല ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങിയ എത്രയോ മനുഷ്യരുണ്ട് ഇല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ജീവിതത്തിൽ പരാജയങ്ങളുടെ പടുകുഴിയിൽപ്പെട്ടവർ എത്രയോ പേരുണ്ടെന്നറിയാമോ? ഒന്നുമില്ലായ്മയിൽ നിന്ന് വീണ്ടും കയറി ശക്തിപൂർവ്വം കയറി വന്നവരുണ്ട്. അവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിച്ച്. ജാക്മ എന്നൊക്കെ പറയുന്ന അലിബാബ ഇ കൊമേഴ്സ് ഇതിൻ്റെ കോ ഫൗണ്ടറൊക്കെ കഥകൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ 8 നിലയിൽ പൊട്ടിയ സ്ഥാപനങ്ങളെയാണ് പിന്നീട് അവർ ഉന്നത നിലയിലെത്തിച്ചത്. അതുപോലെ നമുക്കും ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ചിന്തിക്കുക. നമ്മൾ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇനിയുള്ള കാലം ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.